അതൊക്കെ അതൊക്കെ ജീവിതത്തിന്റെ വലിയ വലിയ പാഠങ്ങളാണ്. ചിലപ്പോൾ എനിക്ക് ഇത്രയും കാലം എന്ത് വന്നാലും മടുക്കാത്ത ഒരു എനർജി കിട്ടുന്ന ഒരു എനർജി സോഴ്സാണ് ഇങ്ങനെയുള്ള സാക്രിഫൈസസ് എല്ലാം. ആ, പണ്ട് അച്ഛന് കൃഷിയായിരുന്നു. കൃഷി എന്ന് പറയുമ്പോൾ അറിയാം, നമുക്ക് എല്ലാ വർഷത്തിലും ഒരു 1-2 പ്രാവശ്യം മാത്രം ഒരു ഇൻകം കയ്യിൽ വരുന്നൊരു ജോലിയാണത്. വീട്ടിൽ എന്നും ചോറുണ്ട്, പട്ടിണി കിടന്നിട്ടില്ല, ഇതുവരെ ജീവിതത്തിൽ പട്ടിണി കിടന്നിട്ടില്ല. പക്ഷെ എല്ലാ ദിവസവും ചോറുണ്ടാവും. കറി എന്താണെന്ന് ചോദിക്കരുത്, അത് എന്താണ് ഉണ്ടാവുന്നത് അന്നത്തെ കറി അതായിരിക്കും. ഹോക്കി എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ കളിയാണെങ്കിലും ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗെയിമാണ്. കാരണം കളിക്കുന്ന എന്താ പറയുന്നത് 11 പേർക്കും ഹോക്കി സ്റ്റിക്ക് വേണം, ഗോൾ കീപ്പറിന്റെ എക്യുപ്മെന്റ്സും മേടിക്കണം, ബാക്കി പ്രൊട്ടക്ഷൻ, ഇപ്പം ഷൂ, ഷിംപാഡ്, ഗ്ലൗ അതെല്ലാം മേടിക്കണം. കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പം ഞാൻ ഗോൾ കീപ്പർ ആവണം എന്ന് പറഞ്ഞപ്പോൾ സാർമാർ പറഞ്ഞത് നല്ലൊരു എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു ഗോൾ കീപ്പർ ആവാൻ പറ്റുള്ളൂ. അപ്പം അതിനെന്ത് ചെയ്യണം, ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുമ്പോഴാണ് ഈ പൈസയെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അന്ന് ആ കാലഘട്ടത്തിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പം അന്ന് പശുവിനെ വിറ്റ കാശ് കൊണ്ടാണ് എനിക്ക് ആദ്യമായിട്ട് പാഡ് വാങ്ങി തരുന്നത്. അന്ന് പക്ഷേ അച്ഛനും വിചാരിച്ചാണ് മോന് ആഗ്രഹമുള്ള കാര്യമല്ലേ ചെയ്തോട്ടെ, കാരണം ഇത്രയൊന്നും എത്തുന്നും അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുകയില്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ കുട്ടികളാണെങ്കിലും നമുക്കൊരു കുറ്റബോധം മനസ്സിലുണ്ടാവും. അതായത് ദൈവമേ ഇത്രയും കാശ് ചിലവാക്കിയല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജീവിരാജ പോയപ്പം എനിക്കൊരു 100 രൂപ തരും. 100 രൂപ അന്ന് അവിടെ ഒരു വാർഡനുണ്ട്, പുള്ളിക്കാരൻ്റെ ചെറിയ കടയുണ്ട്. അപ്പം അവിടെ കൊടുത്തിട്ട് പോകും. അപ്പോൾ എന്നിട്ട് ഈ 100 രൂപയ്ക്ക് സോപ്പ് മേടിക്കാം, ബാക്കി നമ്മുടെ എന്തെങ്കിലും ആവശ്യമുണ്ട്, അലക്കണ സോപ്പ്, കുളിക്കുന്ന സോപ്പ് എല്ലാം മേടിക്കണമെങ്കിൽ അതൊക്കെ മേടിക്കണം. ഇതൊക്കെയാണ് എന്നിട്ട് അവർ മാനേജ് ചെയ്യും. എന്നിട്ട് ഞാൻ ഓണത്തിനോ ക്രിസ്മസിനോ അവധിക്ക് വീട്ടിൽ വരുമ്പോൾ ചോദിക്കും, എടാ ഈ 100 രൂപ ഇങ്ങനെ ചിലവാക്കിയെന്ന്. അപ്പം ബാക്കി എത്ര രൂപയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ അടുത്ത് പെട്ടെന്ന് ഒരു ദിവസം 3500 രൂപ വേണം, അല്ലെങ്കിൽ 5000 രൂപ പാഡ് മേടിക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു എമൗണ്ടാണ്. അപ്പം അങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് എപ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ, അതായത് ക്യാമ്പിൽ ചെല്ലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, എനിക്കിനി വേണ്ട, ഞാൻ തിരിച്ചു പോരുവാണ്, അല്ലെങ്കിൽ എനിക്ക് ഗെയിം കളിക്കണ്ട എന്ന് വെച്ചാൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അന്നേരം എല്ലാം വേണ്ട, ഭക്ഷണം കിട്ടുന്നുണ്ടോ, കിടക്കാൻ സ്ഥലമുണ്ടോ, ട്രെയിനിങ് ഉണ്ടോ, ഇവിടെ നിൽക്കണം എന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു മെയിൻ റീസൺ ആയിരുന്നു ആ ഒരു ഇൻസിഡന്റ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു, കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു ചെറിയ പോസ്റ്റ് ഉണ്ട്. ഞാൻ ആ പോസ്റ്റ് കാണിച്ചത്. ശ്രീജേഷ് തുടങ്ങിയത് ഇങ്ങനെയാണ്, ശ്രീജേഷ് എത്തി നിൽക്കുന്നത് ഇങ്ങനെയാണ്. ഓർമ്മയുണ്ടോ ഈ പേപ്പർ കട്ടിങ്? യെസ്, 2004 വന്നതാണ്. അന്ന് ഒരു മീശ കുരുത്ത് തുടങ്ങിയിട്ടുള്ള ഒരു നരുന്ത് പയ്യനാണ്. അതാ പറഞ്ഞത്. കാരണം വെച്ച് അന്നത്തെയൊക്കെ ഗോൾ കീപ്പർ എക്യുപ്മെന്റ്സിന് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. 10,000-15,000 രൂപയൊക്കെ വരും. അപ്പം എങ്ങനെ മേടിക്കുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം വെച്ച് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുമോ, മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ ഉണ്ടോ. കാരണം വെച്ച് ഒന്ന് കേരളത്തിൽ നിന്ന് പോകുന്നു, പിന്നെ തിരിച്ച് ക്യാമ്പിലേക്ക് വിളിക്കുമോ, നമുക്ക് പെർഫോമൻസ് ഉണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ.